അടുത്ത നമുക്ക് ഒരു ബനാന ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് ഞാനിപ്പോൾ എടുത്തേക്കുന്ന മൈദയാണ്. പിന്നെ മൈദ, അരിപ്പൊടി ഇതൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ഗ്രാം ഫ്ലവർ എടുത്ത് ഉപയോഗിക്കാം, ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, ഏത് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഏറ്റവും ടേസ്റ്റ് ഈ മൈദയായിരിക്കും. മൈദയും അരിപ്പൊടിയും മിക്സ് ചെയ്ത് കലക്കി വെച്ചേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പഞ്ചസാര ഉപയോഗിച്ചിട്ടുണ്ട്, ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാര, അതുപോലെ ഉപ്പ്, ഒരു പൊടിക്ക് ഉപ്പ്, പിന്നെ എള്ള്, ജീരകം, ഏലക്കാപ്പൊടി, ഇത് മൂന്നൂടെ ഇട്ട് കലക്കി വെച്ചേക്കുന്ന ഒരു ബാറ്ററാണ് ഇത്. ഓക്കെ, ഇതിന് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കളർ ഉപയോഗിച്ചിട്ടില്ല, മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ മതി, നല്ല കളർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത്തയ്ക്ക മുറിച്ചെടുക്കാം. ഇത് വലിയ ഏത്തയ്ക്കയാണ്, നമുക്ക് 6 പീസാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് എടുത്താൽ മതി. വലുതായിട്ട് മുറിക്കാം, ചെറുതായിട്ട് മുറിക്കാം. നമ്മുടെ നാട്ടിലെ ഹോട്ടലിലൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു 4ആയിട്ടൊക്കെ മുറിക്കുക. പിന്നെ അത് മൊത്തം മാവായിരിക്കും. പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് പാൻ ചൂടായി അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏത്തയ്ക്ക മുങ്ങിക്കിടക്കുന്ന പോലുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഈ മാവിനകത്തോട്ട് ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ മാവ് ഉണ്ടാക്കി ഒരു മണിക്കൂർ വെക്കുന്നത് നല്ലതാണ്, ഒന്ന് പൊളിച്ച് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കില്ല. ബേക്കിംഗ് പൗഡർ ചേർക്കുക, കുഴപ്പമില്ല. പക്ഷേ ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാൻ പറ്റത്തില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ മാവ് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഏത്തയ്ക്ക ചുമന്നിരിക്കും. മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് പൗഡർ ചേർത്തില്ല, അപ്പം അത് ശ്രദ്ധിച്ചു വേണം. ഓക്കെ, നമുക്ക് എണ്ണ ചൂടായോ എന്ന് നമുക്കറിയാൻ പറ്റും. ഈ മാവ് ശകലം ഇട്ട് നോക്കിയാൽ മതി. മാവ് ഇട്ട് കഴിയുമ്പോൾ അത് പൊങ്ങി വരുവാണെങ്കിൽ നമ്മൾ ഓർത്തോണം, പൊങ്ങി വരും. ആദ്യം ഇടുമ്പോൾ അടിയെ പറ്റിയിരുന്നു, പക്ഷെ അത് ഒന്ന് തട്ടി കൊടുത്താൽ മതി. പൊങ്ങി വരുവാണെങ്കിൽ ഓർത്തോണം മാവ് റെഡിയായി നമുക്ക് ചൂടാനുള്ള. ഓക്കെ, ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് പറഞ്ഞു തന്നെയാണ്. നമുക്ക് ഓരോന്നോരോന്ന് ഇട്ടെടുക്കാം. നമുക്ക് ഏത്തയ്ക്ക തിരിച്ചിടാം. ഒരു സൈഡായിട്ടുണ്ട്, ഒരു സൈഡ് നമുക്ക് തിരിച്ചിടാം. ഓക്കെ, നമുക്ക് ഏത്തയ്ക്ക ഓരോന്നായിട്ട് എടുക്കാം. അധികം പഴുക്കാത്ത ഏത്തയ്ക്ക ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി പഴുത്ത പോയ ഏത്തയ്ക്കയാണ്, അധികം പഴുക്കാത്ത ഏത്തയ്ക്കയാണ് അപ്പത്തിന് നല്ലത്. ഒക്കെ നമ്മുടെ ഏത്തയ്ക്കാപ്പ് ഇവിടെ റെഡിയായി. കറക്റ്റ് കോട്ടിങ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അധികം പഴുക്കാത്ത ഏത്തയ്ക്ക എടുക്കുമായിരിക്കും ഇച്ചിരി നല്ലത്. ഒത്തിരി പഴുത്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടത്തില്ല. ഇത് ഇച്ചിരി പഴുത്ത പോയ ഏത്തയ്ക്ക, എന്നാലും നമുക്ക് റെഡിയായിട്ടുണ്ട്. ബട്ടർ കറക്റ്റായിരുന്നു, കണ്ടോ, എല്ലാം കോട്ടിങ് കറക്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല ടേസ്റ്റുണ്ട്. അതിൻ്റെ മധുരവും ബാറ്ററെല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ഇച്ചിരി നമ്മൾ ഇച്ചിരി മധുരം ആഡ് ചെയ്യുന്നത് നല്ല. ഏത്തക്കായ്ക്ക് മധുരം ഉണ്ടെങ്കിലും ഇച്ചിരി മധുരം ആഡ് ചെയ്യുന്നത് നല്ല. ഒരു കളർ കിട്ടാൻ വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇച്ചിരി ഏലക്കാപ്പൊടി, ജീരകവും ഇതൊക്കെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ മാവ് ഉണ്ടാക്കി കുറച്ച് നേരം വെക്കുന്നത് നല്ലതാണ്. ഒരു 2 മണിക്കൂർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, താങ്ക് യു.